ഈ സംരംഭങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലും പഞ്ചായത്തിൻ്റെ നല്ല സഹായം വേണം. ഇപ്പോൾ പ്രളയം വന്നു, കുറേ ചെറുകിട സംരംഭങ്ങൾ പ്രശ്നത്തിലായി. ഇപ്പം ഞങ്ങളൊക്കെ മന്ത്രിയാവുന്നതിന് മുമ്പുള്ളതാണ്. പക്ഷെ ഇപ്പോഴും സഹായം ചോദിച്ചിട്ട് നിവേദനങ്ങൾ വരും. സർക്കാരിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സ്കീം ആവിഷ്കരിച്ചു. എല്ലാ MSMEയും ഇൻഷൂർ ചെയ്യണം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 10,000 MSMEകളെ കഷ്ടി കേരളത്തിൽ ഇൻഷൂർ ചെയ്തുള്ളൂ. ഇത് മാത്രമല്ല, ഇതിന് മുൻപുള്ള 1.5 ലക്ഷത്തോളം വരുന്ന MSMEകളൊക്കെ നോക്കിയാലും മഹാഭൂരിപക്ഷവും ഇൻഷൂർ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ 4 പൊതുമേഖല ഇൻഷുറൻസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒരു സ്കീം ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ സ്കീമിൽ പകുതി പ്രീമിയം നമ്മൾ ഗവൺമെൻറ് അടയ്ക്കും. അല്ലേ, പകുതിയല്ല, പകുതി പ്രീമിയം ഗവൺമെൻറ് അടയ്ക്കും, പകുതി അവരടച്ചാൽ മതി. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തിയിലുള്ള എല്ലാ MSMEകളും ഈ സ്കീമിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ അടുത്ത് ഓടി വരുള്ളവർ. എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി വന്നു, പ്രളയം വന്നു, വേറെ എന്തെങ്കിലും തീപിടുത്തം വന്നു, ഏതെങ്കിലും വന്നാൽ പെട്ടെന്ന് ഇവരൊരു നിസ്സഹായതയിലേക്ക് പോകും. തുടങ്ങിയിട്ട് പച്ച പിടിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓടി എവിടെ നിന്നാണ് സഹായം കിട്ടുകയെന്ന് വെച്ചാൽ പഞ്ചായത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ്റിനും എല്ലാവരെയും ആ സന്ദർഭത്തിൽ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇൻഷുറൻസ്, MSME ഇൻഷുറൻസ് സ്കീം. അത് നിങ്ങളൊരു ക്യാമ്പയിൻ, ഇപ്പോൾ വ്യവസായ വകുപ്പ് നടത്തുന്നുണ്ട്, നിങ്ങളും ഒരു ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്. 2, ഈ ക്യാമ്പയിനിൽ ആദ്യം ചിലർ പറഞ്ഞ് ഈ പറഞ്ഞ അത്ര തുടങ്ങിയിട്ടില്ല, 6 കുറവാണ്, 7 കുറവാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ജിയോ ടാഗിങ് നടത്തി, എല്ലാം ഫോട്ടോ എടുത്ത്. ഇപ്പോൾ ഇത്തവണ അപേക്ഷിക്കുമ്പോൾ തന്നെ ജിയോ ടാഗിങ് വഴിയാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇവിടെ തന്നെ അറിയാം, പടമൊക്കെ കാണാൻ പറ്റും. ഈ ആവേശത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യത്തെ വർഷം ഇന്ത്യയിൽ തുടങ്ങിയ വർഷം തന്നെ 30% പൂട്ടാനാണ് സാധ്യത. കണക്കങ്ങനെയാണ്. അത് കുറയ്ക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിലൊന്ന്, പഞ്ചായത്തിലൊക്കെ PH സെൻ്റർ ഉണ്ടാവുമല്ലോ. പനി വരുമ്പോൾ തന്നെ ആദ്യം അവിടെ പോയാൽ മതി. കൂടിയ പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുകൊണ്ടുവരും. ലക്ഷണം കണ്ടാൽ അപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കുണ്ട്, MSME ക്ലിനിക്ക്. മാർക്കറ്റിംഗ്, ടെക്നോളജി, മാനേജ്മെൻറ്റ്, ഫിനാൻസ്, ഏതെങ്കിലും തരത്തിൽ ഒരു രോഗലക്ഷണം കണ്ടാൽ അപ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ MSME ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ ഒരു പാനൽ ഓഫ് എക്സ്പെർട്സ് ഉണ്ട്, പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരെ കണ്ട് ഈ സ്ഥാപനങ്ങൾക്ക് അഡ്വൈസ് തേടാം. അതിൻ്റെ ഫീസ് ഗവൺമെൻറ് കൊടുക്കും. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ആരെ കാണണമെന്ന് ചിന്തിക്കാൻ പാടില്ല. 2 പേരെ പരമാവധി, ചിലർക്ക് എത്ര ഡോക്ടറെ കണ്ടാലും തൃപ്തിയാവില്ല. അതേപോലെയല്ല, 2 പേരെ വരെ കാണാം. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡൻറ്റും മാസത്തിലൊരു ദിവസം പഞ്ചായത്തിലുള്ള സംരംഭങ്ങളൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് അല്ല ഞങ്ങളുടെ ആ പദ്ധതിക്ക് ഇത്ര സഹായം നൽകണം, വേറെ പരിപാടി വരണ്ട, അത് സ്പോൺസർ ചെയ്യണമെന്ന് പറയാനല്ല, അതൊക്കെ നിങ്ങളുടെ ഇടയ്ക്ക് വേറെ പോകണ്ടാവുമല്ലോ. ഇതെങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? വെറുതെ പോയി ചോദിച്ചാൽ തന്നെ സംരംഭകർക്കൊരു സന്തോഷമായി. അവർ ഈ നാടിൻ്റെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നവർ. തങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മെമ്പർ വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻഷൂർ ചെയ്തോന്ന് ചോദിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ലിനിക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ചിലർ പറയും, ഈ GST ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അറിയില്ല, കടലാസൊന്നും ശരിയാ. അപ്പോൾ നമ്മൾ എല്ലാ മാസത്തിലൊരു ദിവസം ഫ്രീ ICAA, ചാർട്ടേഡ് അക്കൗണ്ടൻസ് സംഘടനയായി നമ്മളൊരു MOU വെച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലും മാസത്തിലൊരു ദിവസം ഫ്രീ ക്ലിനിക്ക്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, GST റിട്ടേൺ, ഇതൊക്കെ എങ്ങനെ തയ്യാറാക്കണം, അത് ഈ ക്ലിനിക്ക് ഈ ഹെൽപ്പ് ഡെസ്ക് സൗജന്യമാണ്. ആദ്യത്തെ വർഷം ഫ്രീ ആണ്, പിന്നെ കുറച്ചവർക്ക് ഫീസ് കൊടുക്കേണ്ടി വരും, പക്ഷെ അത് നോമിനലായിരിക്കും. ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെട്ടാൽ സംരംഭകർക്ക് ഒന്നുകൂടി നിക്ഷേപം നടത്താനായിട്ട് അറിയാതെ തോന്നിപ്പോകും. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഒരു ഘടകം എത്ര നിക്ഷേപം വന്നു, എത്ര തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു, ഇത് പ്രധാനമാണ്. തനത് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്, അതിന് വ്യവസായങ്ങൾ വന്നേ മതിയാകും. നമുക്ക് വലിയ വ്യവസായങ്ങളൊക്കെ അത്ര എളുപ്പമാവില്ല. ചെറിയ ചെറിയ വ്യവസായങ്ങൾ,
പണ്ടൊക്കെ അങ്ങനെയല്ല, ചിലർ ഇയാൾ എന്നെ വന്ന് കണ്ടില്ലല്ലോ ഇത് തുടങ്ങാൻ. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അയാളെ കണ്ടില്ലല്ലോ, നമ്മുടെ തനത് വരുമാനം ഇത്രയും വർദ്ധിപ്പിക്കാനായിട്ട് ഒരാൾ വ്യവസായം തുടങ്ങാൻ വന്നിട്ട് നമ്മൾ ഇതുവരെ അയാളെ പോയി കണ്ടില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ചിലർ, നിങ്ങളൊന്നല്ല, ചിലർ ചിന്തിക്കുക എന്നെ വന്ന് കാണാതെ എങ്ങനെ ഇവിടെ തുടങ്ങി എന്ന് ചിന്തിക്കുന്ന ആ ഇതൊക്കെ മാറി. ഇങ്ങനെ വരുമ്പോൾ നല്ല സംരംഭം, അതിനൊരു എക്കോ സിസ്റ്റം ഗവൺമെൻറ് സൃഷ്ടിച്ചിരിക്കുന്നു.